നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹവന്ദനം. ഞാൻ കെ എബ്രഹാം. നിങ്ങൾ ഹാപ്പി ആയിരിക്കുന്നോ, സന്തോഷമായിരിക്കുന്നോ? വീണ്ടും ഒരു കൊച്ചു വീഡിയോയുമായിട്ട് നിങ്ങളുടെ അടുക്കിലേക്ക് ഞാൻ എത്തുകയാണ്. ഒരു യുക്തിപരമായ ഒരു ചെറിയ ചിന്തയാണ്. ആ ചിന്തയ്ക്കകത്ത് നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിക്കുന്ന ഒരു സന്ദേശവും കൂടെയുണ്ട്. അസംഭവ്യമായ ഒരു കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. അതൊരിക്കലും നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതിനകത്തൊരു യുക്തിയുണ്ടെന്ന് പറഞ്ഞു. പേപ്പറും മഷിയും പേനയും അക്ഷരങ്ങളും തമ്മിലൊരു ചർച്ച നടക്കുക. ഈ ലോകത്തിൽ എന്തെങ്കിലും ഒരു രചന ഉണ്ടാകണമെങ്കിൽ, ഒരു പുസ്തകം ഉണ്ടാകണമെങ്കിൽ, ഒരു ചിത്രമുണ്ടാകണമെങ്കിൽ കുറച്ച് പെയിൻറ്റുകൾ വേണം, ബ്രഷ് വേണം, ക്യാൻവാസ് വേണം, പേപ്പർ വേണം, പേന വേണം, അക്ഷരങ്ങൾ വേണം, എല്ലാം വേണമല്ലോ. ഇവരെല്ലാം കൂടി ഒരുമിച്ച് കൂടിയിട്ട് ഒരു ചർച്ച നടക്കുകയെന്ന് മനസ്സിൽ ചിന്തിക്കുക. ഇവരുടെ സബ്ജക്റ്റ് എന്നാണ് അല്ലേ? പേനയാണോ വലിയവൻ? അക്ഷരങ്ങളാണോ വലിയവൻ? പെയിൻ്റാണോ വലിയവൻ? ബ്രഷാണോ വലിയവൻ? ഇതിലാരാണ് ഇമ്പോർട്ടൻ്റ്? ആരാണ് ഗ്രേറ്റ്? ഇതാ ചോദ്യം. അതിൻ്റെ പേരിൽ ചൂട് പിടിച്ച ചർച്ച നടക്കുക. പേന പറയുക, പേപ്പർ ഉണ്ടായിട്ട് കാര്യമില്ല, ഞാനില്ലെങ്കിൽ പിന്നെ എങ്ങനെ എഴുതും. പെയിൻറ്റിനോട് ബ്രഷ് പറഞ്ഞു, പെയിൻ്റ് ഉണ്ടായിട്ട് കാര്യമില്ല, ഞാനില്ലെങ്കിൽ എങ്ങനെ വരയ്ക്കും. ഇങ്ങനെ എല്ലാവരും തമ്മിൽ ചർച്ച നടക്കുമ്പോൾ ഇതിനിടയ്ക്ക് ഒരു മനുഷ്യൻ അവിടോട്ട് കയറി വന്നിട്ട് പറയാണ്, പേനയുണ്ടായാലും പെയിൻ്റ് ഉണ്ടായാലും ബ്രഷ് ഉണ്ടായാലും ഇതെല്ലാം നന്നായി ഉപയോഗിക്കുന്ന ഞാനില്ലെങ്കിൽ മനുഷ്യൻ ഇതെല്ലാം വെറും പ്രോപ്പർട്ടികളായിട്ട് വേസ്റ്റായി തീരുകയുള്ളൂ. ഉപയോഗിക്കുന്ന മനുഷ്യനില്ലെങ്കിൽ ഇതെല്ലാം വേസ്റ്റാകും. ഇരുമ്പ് ഉപയോഗിക്കുന്നവർ മൂർച്ച കൂടും, ഉപയോഗിക്കുന്നില്ലെങ്കിൽ അത് തുരുമ്പ് പിടിച്ച് നശിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ഈ യുക്തിപരമായ ഈ കൊച്ചു ഉദാഹരണം പറഞ്ഞിട്ട് അതിൻ്റെ സന്ദേശത്തിലേക്ക് വരാം. നിങ്ങൾ എഞ്ചിനീയർ ആയിരിക്കാം, നിങ്ങൾ ഡോക്ടറായിരിക്കും, നിങ്ങൾ ഒരു പക്ഷേ ഇൻഫർമേഷൻ ടെക്നോളജിയിലോ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലോ ഭയങ്കര തലയുള്ള ആളായിരിക്കാം. നിങ്ങൾക്ക് ഒരുപാട് കഴിവുകൾ കണ്ടേക്കാം. പക്ഷേ ഏത് കഴിവുള്ളവരെയും ഉപയോഗിക്കുന്ന സർവശക്തനായ ലോകൈക ശില്പിയായ ആ ഉടയവൻ്റെ കയ്യിലോട്ടൊന്ന് കൊടുക്കുക, ആ ദൈവത്തിൻ്റെ കയ്യിലൊന്ന് ഏൽപ്പിച്ചേ. നിങ്ങൾക്ക് എത്ര കഴിവുണ്ടോ അല്ലെങ്കിൽ കുറവാണോ, ഉപയോഗിക്കുന്നവൻ മിടുക്കനാണെങ്കിൽ അത് ഭയങ്കര ഉപകരണമാകും. നിലത്ത് കിടന്ന ഒരു തകരക്കഷണത്തിൽ മുട്ടുസൂചിയിട്ട് ഉരച്ചപ്പോൾ കിട്ടിയ ശബ്ദത്തിൽ നിന്ന് തൻ്റെ ചിന്തകൾ പാകപ്പെടുത്തിയെടുത്ത ഒരു സംഭവമാണ് ഗ്രാമഫോൺ ബോക്സ്. തോമസ് അൽവ എഡിസൺ എന്ന ശാസ്ത്രജ്ഞൻ. നിങ്ങളൊരു തകരക്കഷണമാണ്, അതിലൊരു സൂചിയിട്ട് ഉരച്ചാൽ അതിൽ ടോൺ ഉണ്ടാകുമെന്നും നാളെ അതൊരു ഗ്രാമഫോൺ ബോക്സായി, ഒരു റെക്കോർഡ് പ്ലേറ്റായി മാറുമെന്നും, പിന്നീടത് കാസറ്റായി, പിന്നീടത് CD ആയി, ഇന്നത് ചിപ്പായി, ഒരു നെല്ലിൻ്റെ വലിപ്പത്തിൽ ലോകത്തിലെ മുഴുവൻ സാധനങ്ങളും ഫീഡ് ചെയ്ത് വെക്കാൻ കഴിയുന്ന സംവിധാനം വരെ എത്തിയില്ലേ? ഒരു തകരക്കഷ്ണത്തിൽ ആരംഭിച്ചതാണ്. വഴിയിൽ കിടക്കുന്ന പൊട്ടി ചെതറിക്കിടന്ന മാർബിളിൻ്റെ കഷ്ണം എടുത്തുകൊണ്ടുപോയി ഒരു ശില്പി അതിൽ അയാളുടെ മനോമുകുരത്തിനകത്ത് ഉരുത്തിരിഞ്ഞു വന്ന ഒരു ശില്പം പണിതെടുക്കുന്ന പോലെ. ബൈബിളിനകത്തൊരു വാക്യമുണ്ട്, യെശയ്യാപ്രവചനം 55-ാം അധ്യായത്തിൽ 8, 9, 10. നിങ്ങളുടെ വിചാരങ്ങളല്ല ദൈവത്തിൻ്റെ വിചാരങ്ങൾ, നിങ്ങളുടെ വഴികളല്ല ദൈവത്തിൻ്റെ വഴികൾ. ആകാശ ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്ന പോലെ യഹോവയുടെ വഴികൾ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ള പ്ലാനുകൾ, ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതികൾ. അതെത്ര വലുതാണ്. ഉപയോഗിക്കുന്നവൻ്റെ കയ്യിലേക്ക് കൊടുക്ക്. വേദപുസ്തകത്തിനകത്തൊരു സംഭവമുണ്ട്, 5 അപ്പവും 2 മീനും. ഉപയോഗിക്കാൻ കഴിയുന്ന, അതിനെ വർദ്ധിപ്പിക്കാൻ കഴിയുന്ന, അതിനെ ശ്രേഷ്ഠമാക്കാൻ കഴിയുന്ന സർവശക്തൻ്റെ കയ്യിലേക്ക് കൊടുക്കുക. നിങ്ങൾ ആരുമായിക്കോട്ടെ, നിങ്ങൾ കഴിവ് കുറഞ്ഞ ആളോ കഴിവ് കൂടിയ ആളായിക്കോട്ടെ, നിങ്ങളുടെ സൗന്ദര്യമോ നിങ്ങളുടെ ആരോഗ്യമോ നിങ്ങളുടെ മുഖത്തിൻ്റെ ആകൃതിയോ ഒന്നും വിഷയമല്ലെന്ന്, നിങ്ങൾ ജനിച്ച വീടോ നിങ്ങൾ ഓടിക്കുന്ന വണ്ടിയോ നിങ്ങൾ താമസിക്കുന്ന വീടോ ഒന്നും വിഷയമല്ലെന്ന്, നിങ്ങളുടെ ത്വക്കിൻ്റെ നിറം കറുപ്പോ വെളുപ്പോ എന്തുമായിക്കോട്ടെ, നോ പ്രോബ്ലം. ഉപയോഗിക്കാൻ അറിയാവുന്ന ആളിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചാൽ അത് ഏറ്റവും ശ്രേഷ്ഠമായി മാറും.
നല്ല ഹാൻഡ് റൈറ്റിംഗ് ഉള്ള ഒരാളുടെ കയ്യിൽ നിങ്ങൾ കൊടുക്കുന്ന പേന ഏതായാലും അയാളുടെ ഹാൻഡ് റൈറ്റിംഗ് ഭംഗിയാണെങ്കിൽ കാണുന്നവർക്കത് ആകർഷണീയമായിരിക്കും. നിങ്ങൾ ഏത് കളർ പെയിൻറ്റും ഒരു നല്ല പെയിൻ്ററിൻ്റെ കയ്യിൽ കൊടുക്കുക. ചിത്രം വരയ്ക്കാൻ അറിയാവുന്ന ആളാണെങ്കിൽ ആ പെയിൻറ്റ് കൊണ്ടും അയാൾ നല്ലൊരു ചിത്രം വരയ്ക്കും. ഞാനിതിങ്ങനെ നിർത്തട്ടെ. നിങ്ങളൊരു നിരാശയിലാണോ? ഇത് കേൾക്കുന്ന നിങ്ങൾ ഒരു ഭാരത്തിലാണോ? എനിക്ക് കഴിവില്ല, എന്നെ കൊണ്ടൊന്നും സാധിക്കുന്നില്ല, എനിക്ക് വിദ്യാഭ്യാസമുണ്ട്, ഒന്നും സാധിക്കുന്നില്ല എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടോ? കമോൺ. ഈ കൊച്ചു വീഡിയോ മെസ്സേജ് നിങ്ങളിലൊരു രൂപാന്തരത്തിന് കാരണമാകും, നിങ്ങളിൽ ഉറച്ച തീരുമാനത്തിന് കാരണമാകും. ദൈവത്തിൻ്റെ കരങ്ങൾ ഏൽപ്പിച്ച് പറ, ദൈവമേ അങ്ങനെ ഉപയോഗിക്കണമേ, ഞാൻ അങ്ങയുടെ പാദത്തിലേക്ക് ഏൽപ്പിക്കുന്നു പറ. നിങ്ങൾ ഒരു അസാധാരണ വ്യക്തിത്വമായി മാറും. നിങ്ങൾ ഒരു യുണീക്ക് പേഴ്സണായി മാറും. സംശയിക്കണ്ട. ഗോഡ് ബ്ലസ് യു.